നമ്മളിനി നെയ്യാറ്റിൻകരയിലേക്ക് തന്നെ പോവുകയാണ്. ഗോപൻ സ്വാമിയുടെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം ഉണ്ടാകും. ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ആറാലുമൂട്ടിലെ വീട്ടിലെത്തിച്ചു കഴിഞ്ഞു. ഉമേഷ് ബാലകൃഷ്ണൻ കൂടുതൽ വിവരങ്ങൾ നൽകും. നെയ്യാറ്റിൻകരയിലെ വീട്ടിൽ നിന്നാണ് ഉമേഷ് ചേരുന്നത്. ഉമേഷ്, ആ ദൃശ്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഈ സംസ്കാര ചടങ്ങുകൾ, അത് ഹിന്ദു മതാചാര പ്രകാരമുള്ള ചടങ്ങുകൾ, അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. പിന്നെ ഈ സമാധി എന്നാണ് കുടുംബം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വ്യത്യസ്തതയൊക്കെ ഉണ്ടാകുമല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. കാരണം ഇപ്പോൾ സമാധി ചടങ്ങുകൾ, അതായത് ഹിന്ദു ആചാരപ്രകാരമുള്ള സമാധി ചടങ്ങുകൾ അത് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കുന്നത്. ഇന്നലെ ഒരു ദിവസം തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകരയിലെ നിംസ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ഘോഷയാത്രയായിട്ടാണ് ഇവിടേക്ക് എത്തിച്ചത്. സാധാരണ വിലാപയാത്രയാണെങ്കിൽ ഇത് അത്തരത്തിൽ വിലാപയാത്ര എന്ന് പറയാൻ കഴിയില്ല. ഘോഷയാത്രയായിട്ട് തന്നെയാണ് മൃതദേഹം ഈ വീട്ടുവളപ്പിലേക്ക് എത്തിച്ചത്. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ തയ്യാറാക്കിയിരുന്ന ഒരു ചെറിയ, അല്ലെങ്കിൽ ആദ്യം സംസ്കരിച്ചിരുന്ന ഒരു ചെറിയ കല്ലറയായിരുന്നു സമാധിത്തറ എന്ന രീതിയിൽ നിർമ്മിച്ചത്. പക്ഷേ അത് പൊളിച്ചു മാറ്റിയിരുന്നു പോലീസ്. അതിനുശേഷം ഇന്ന് വളരെ വിശാലമായ ഒരു കല്ലറയാണ് ഇതിനുവേണ്ടി ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. അതിലേക്കാണ് ഈ ഗോപൻ സ്വാമിയുടെ മൃതദേഹം ആദ്യം സ്ഥാപിച്ചത്. നേരത്തെ തന്നെ അതിൻ്റെ ഏറ്റവും അടിഭാഗത്ത് ഒരു പീഠം എന്ന രീതിയിൽ ഒരു കല്ല് സ്ഥാപിച്ചിരുന്നു. അത് അദ്ദേഹം 2010 എവിടെ നിന്നോ അദ്ദേഹം പ്രത്യേക സ്ഥലത്ത് നിന്ന് എത്തിച്ചതാണ് എന്നാണ് കഴിഞ്ഞ ദിവസം മകൻ പറഞ്ഞത്. ആ കല്ലിലേക്ക് ആദ്യം മൃതദേഹം ഇരുത്തി അതിനുശേഷം തുടർ പൂജകളും മറ്റുമാണ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ഈ എങ്ങനെയാണോ നേരത്തെ കല്ലറയിൽ ഭസ്മവും മറ്റ് കർപ്പൂരമടക്കമുള്ള പൂജാദ്രവ്യങ്ങൾ ഇട്ടത്, അതുപോലെ ഇവിടെയും നിക്ഷേപിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണ് ഈ കാർമ്മികത്വം നൽകുന്നത്. ഇപ്പോൾ ചെങ്കൽ ക്ഷേത്രത്തിലെ സ്വാമിയാണ് ഇതിന് കാർമ്മികത്വം നൽകുന്നത്. ചെങ്കൽ മഹേശ്വരാനന്ദ സരസ്വതി എന്ന അദ്ദേഹമാണ് ഈ കാർമ്മികത്വം നൽകുന്നത്. ഹൈന്ദവ ആചാരപ്രകാരമുള്ള സമാധി എന്ന നിലയിൽ എല്ലാ ആചാരങ്ങളും പാലിച്ചുകൊണ്ടാണ് ഈ സംസ്കാര ചടങ്ങുകൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു. വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരാഴ്ച കൊണ്ട് ആ വിവാദങ്ങൾ ഒരാഴ്ചയ്ക്ക് ശേഷം ആ വിവാദങ്ങൾ പൂർണ്ണമായി ഒഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ മരണത്തിൻ്റെ ഒരു ദുരൂഹത പൂർണ്ണമായി ഒഴിഞ്ഞിട്ടില്ല. എങ്കിലും പോസ്റ്റ്മോർട്ടം ശേഷം സാധാരണഗതിയിൽ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകാറുണ്ട്. അതുപോലെ ഗോപൻ സ്വാമിയുടെ മൃതദേഹവും ബന്ധുക്കൾക്ക് വിട്ടു നൽകി. അതിന് ആ ബന്ധുക്കൾ അവരുടേതായ ആചാരപ്രകാരം സംസ്കരിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. അതേ രീതിയിൽ അവരുടേതായ ആചാരപ്രകാരം രണ്ടാമതും, ഇതിനൊരു പ്രശ്നം, ആദ്യഘട്ടത്തിൽ ഒരു സംസ്കാരം കഴിഞ്ഞു, അതിനുശേഷം രണ്ടാമതും ഒരു സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. പക്ഷേ കേസ് അന്വേഷണം അതിൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ളതും ഈ സമയത്ത് കൂടി ഓർമ്മിപ്പിക്കുന്നു. കാരണം ഇനിയാണ് ഒരുപക്ഷെ കുടുംബാംഗങ്ങളുടെ മൊഴിയെടുക്കുന്നതടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ്. ഉമേഷ് ബാലകൃഷ്ണനാണ് നെയ്യാറ്റിൻകരയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.